ഒരിക്കൽ നീയാണ് എൻ്റെ ജീവൻ എന്ന് പരസ്പരം പറഞ്ഞവരാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ചായയിൽ മധുരമില്ല എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ തർക്കങ്ങളിൽ തുടങ്ങി ഒടുവിൽ നമുക്ക് പിരിയാം എന്ന ആ വലിയ തീരുമാനത്തിലെത്തുന്നത്. എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും വഴക്കാണ്. ഓരോ വാക്കും വഴക്കായി മാറുന്നു. ഇനി സംസാരിച്ചാൽ തന്നെ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലോ പരിഹാസമോ മാത്രമായി മാറുന്നു. സ്നേഹിക്കാൻ മറന്നുപോയ, പരസ്പരം പഴിചാരി ജീവിക്കുന്ന രണ്ട് മനുഷ്യർ. എന്നാൽ പിന്നെ സംസാരിക്കാതിരിക്കാം എന്ന് കരുതി നമ്മൾ മൗനത്തെ കൂട്ടുപിടിക്കും. ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ. വീട്ടിൽ സമാധാനമുണ്ടാകും, പക്ഷേ അതൊരിക്കലും സന്തോഷം കൊണ്ടുള്ളതാകില്ല. ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയാണ് ആ സമാധാനം. ചിലർ മക്കളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ സഹിക്കും. മറ്റു ചിലർ മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നി ബന്ധം അവസാനിപ്പിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തിരക്ക് പിടിക്കാതെ ചിന്തിക്കണം. വിട്ടുകൊടുക്കാനല്ല, തിരിച്ചു പിടിക്കാൻ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് പ്രിയപ്പെട്ട ഒരു വസ്ത്രത്തിൽ ചെറിയൊരു കീറലുണ്ടായാൽ നമ്മൾ ആ വസ്ത്രം ഉപേക്ഷിക്കില്ല. ആ കീറലിന് അനുയോജ്യമായ നൂൽ തിരഞ്ഞെടുത്ത് അത് ഭംഗിയായി തുന്നിച്ചേർക്കും. ആ തുന്നൽ ആ വസ്ത്രത്തിന് കൂടുതൽ ദൃഢത നൽകും. ദാമ്പത്യത്തിലെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ക്ഷമയെന്ന നൂലുകൊണ്ട് തുന്നിച്ചേർത്താൽ ആ ബന്ധം പഴയതിനേക്കാൾ ബലമുള്ളതാകും. ദാമ്പത്യത്തിലെ വിള്ളലുകൾ പെട്ടെന്നൊരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്നതല്ല. ഇതിൻ്റെ പ്രധാന കാരണം യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ഭാര്യയും ഭർത്താവും വില്ലനോ വില്ലത്തിയോ അല്ല. രണ്ടുപേരും നല്ലവരാണ്. സാഹചര്യങ്ങളാണ് അവരെ മാറ്റുന്നത്. സിനിമയിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന തിളക്കമുള്ള ജീവിതങ്ങൾ കണ്ട് തൻ്റെ പാർട്ട്ണറും ഇങ്ങനെയാവണം എന്ന ഒരു സങ്കല്പ ലോകം ഓരോരുത്തരും കെട്ടിപ്പടുക്കും. യഥാർത്ഥ ജീവിതത്തിൽ അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ നിരാശയുണ്ടാകും. ആ നിരാശ ദേഷ്യമായും പിന്നീട് വെറുപ്പായും മാറും. ഒരു തർക്കം ഉണ്ടാകുമ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ താനാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കും രണ്ടുപേരും. കല്യാണത്തിന് മുൻപ് കണ്ട പ്രണയമല്ല കല്യാണത്തിന് ശേഷം കാണുന്നത്. അവിടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ഓട്ടത്തിനിടയിൽ കുടുംബത്തെ ശ്രദ്ധിക്കാൻ പലരും മറന്നുപോകും. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നീ കാരണം, നിനക്ക് ഉത്തരവാദിത്തമില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പാർട്ട്ണറെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ സ്വാഭാവികമായും ആ സംഭാഷണം വലിയൊരു തർക്കത്തിലേക്കാവും വഴിമാറുന്നത്. നീ എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിക്കുക. നീ എന്ന വാക്ക് കുറ്റപ്പെടുത്താനാണെങ്കിൽ നമ്മൾ എന്ന വാക്ക് ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനാണ്. ഈ ചെറിയൊരു മാറ്റം പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യമാവും ഒരുക്കുന്നത്. ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഈഗോ. ഒരു തർക്കമുണ്ടാകുമ്പോൾ ഞാനെന്തിന് ആദ്യം മിണ്ടണം, ഞാനെന്തിന് വിട്ടുകൊടുക്കണം എന്നിങ്ങനെയുള്ള ചിന്തകൾ പങ്കാളികൾക്കിടയിൽ വലിയൊരു മതിൽ തീർക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൽ ആര് ജയിക്കുന്നു എന്നതിലല്ല കാര്യം. ആര് ജയിച്ചാലും അവിടെ തോറ്റുപോകുന്നത് നിങ്ങളുടെ മനോഹരമായ ആ ബന്ധമാണ്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് മുന്നിൽ തോറ്റുകൊടുക്കുന്നത് കൊണ്ടോ തെറ്റുപറ്റിയ സോറി പറയുന്നത് കൊണ്ടോ നിങ്ങളൊരിക്കലും തരം താഴുകയില്ല. നിങ്ങളുടെ ബന്ധത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയേ ഉള്ളൂ. ഈഗോ മാറ്റിവെച്ച് മനസ്സ് തുറന്ന ചെറിയ ഒരു വിട്ടുകൊടുക്കലിന് മണിക്കൂറുകൾ നീണ്ട മൗനയുദ്ധങ്ങളെയും ദിവസങ്ങൾ പിന്നിട്ട പിണക്കങ്ങളെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനും തകർച്ചയുടെ വക്കിലെത്തിയ ബന്ധത്തെ തുന്നിച്ചേർക്കാനും കഴിയും. ദാമ്പത്യത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇന്ന് നടക്കുന്ന നിസ്സാരമായ വഴക്കിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ വലിച്ചിടുന്നത്. പഴയ കാര്യങ്ങൾ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം
എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ദേഷ്യം ഇരട്ടിപ്പിക്കുകയുള്ളൂ. കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് സംസാരിക്കുന്നത് ബന്ധത്തിൽ മുറിവിൻ്റെ ആഴം കൂട്ടുകയേ ഉള്ളൂ. ഇന്നലകളിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ മാറ്റാൻ ആർക്കും കഴിയില്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ ദിവസം സമാധാനപൂർണ്ണമാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പഴയ കാര്യങ്ങൾ തോണ്ടിയെടുക്കാതെ അവയ്ക്ക് മാപ്പ് നൽകി എന്നേക്കുമായി കുഴിച്ചു മൂടണം. ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അത്യാവശ്യമാണ്. കല്യാണം കഴിയുമ്പോൾ ആദ്യ നാളുകളിൽ പാർട്ട്ണർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും പുകഴ്ത്തിയിരുന്നവർ കാലം കഴിയുമ്പോൾ അതെല്ലാം അവരുടെ കടമകളായി കാണാൻ തുടങ്ങും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നത്. ആത്മാർത്ഥമായ ഒരു വാക്കോ ചെറിയ ഒരു പുഞ്ചിരിയോ നൽകുന്ന അംഗീകാരം പാർട്ട്ണറിൽ ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ദാമ്പത്യം കൂടുതൽ കൂടുതൽ മനോഹരമായി മാറും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോഴോ കുട്ടികൾ ഉണ്ടാകുമ്പോഴോ പ്രണയം അവസാനിച്ചു എന്ന് കരുതുന്നത് വലിയൊരു തെറ്റാണ്. ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മളെ ഒന്നിച്ചു ചേർത്ത ആ പഴയ പ്രണയത്തെയാണ്. പ്രണയത്തിന് പ്രായമില്ലെന്നും അത് പുതുക്കിപ്പണിയേണ്ട ഒന്നാണെന്നും തിരിച്ചറിയണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോണും ടിവിയും മാറ്റിവെച്ച് രണ്ടുപേരും മാത്രം സമയം ചെലവഴിക്കുക. ഒരുമിച്ച് നടക്കാൻ പോകുന്നതും പാർട്ട്ണറുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നതും പോലുള്ള ചെറിയ പ്രവർത്തികൾക്ക് വലിയ മുറിവുകളെ ഉണക്കാനുള്ള കഴിവുണ്ട്. ഉത്തരവാദിത്തങ്ങൾക്കിടയിലും നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്ന ബോധ്യം ദാമ്പത്യത്തെ എന്നും പുതുമയുള്ളതാക്കി മാറ്റും. ദാമ്പത്യത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ സംസാരിക്കാൻ കാണിക്കുന്ന ആവേശം പാർട്ട്ണർ പറയുന്നത് കേൾക്കാൻ കാണിക്കാത്തത് കൊണ്ടാണ്. പാർട്ട്ണർ ദേഷ്യപ്പെടുമ്പോൾ, വിഷമങ്ങൾ പറയുമ്പോൾ അവരെ പാതി വഴിയിൽ തടസ്സപ്പെടുത്താതെ ക്ഷമയോടെ കേൾക്കുന്നത് തന്നെ പകുതി പ്രശ്നങ്ങൾ ഇല്ലാതാക്കും. കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ പാർട്ട്ണറിൽ ഉണ്ടാക്കുന്ന സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ്. ഓരോ വാക്കിനും പിന്നിലെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആകാൻ കഴിഞ്ഞാൽ തർക്കങ്ങൾ കുറയുകയും പരസ്പരം വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. നിശബ്ദരായി കൂടെയിരിക്കുന്നതും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നതും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴികളിലൊന്നാണ്. വിവാഹമെന്നത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. വഴികളിൽ തടസ്സങ്ങളുണ്ടാകും. പക്ഷേ ഒന്നിച്ചു നിന്നാൽ അതിനെയെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ജീവൻ്റെ പാതിയാണ്. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം, നിങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ സ്നേഹിക്കുന്നു എന്ന സത്യത്തിന് മുന്നിൽ എത്ര വലിയ പിണക്കവും ചെറുതാണ്. സ്നേഹിക്കാൻ വൈകിപ്പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹവും സമാധാനവുമുള്ള ഒരു കുടുംബം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.